നമസ്കാരം. 2001 ജൂൺ 6-ാം തീയതി വയനാട്ടിലെ ഒരു പ്രമുഖ ആശുപത്രിയിലെ ലേബർ. അവിടെ ജനങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. കുറേ അച്ഛന്മാരും പിന്നെ കുറേ ബന്ധുജനങ്ങളും അവരുടെ മക്കളെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനൊരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. അപ്പം പ്രതീക്ഷയോടെ പലരും തൻ്റെ മോനാണോ എന്ന ചിന്തയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒരു നേഴ്സ് ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ വന്നിട്ട് പറയുന്നു, ബിജു, ജ്യോതിയുടെ ഹസ്ബൻഡ് എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ എൻ്റെ അച്ഛൻ അവിടെ പോകുന്നു, എന്നെ കാണുന്നു. യെസ്, ഞാൻ പറഞ്ഞത് എൻ്റെ കഥയാണ്. ഇപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ വീഡിയോസൊന്നും എടുക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ എൻ്റെ കഥ പറയാം എന്ന് വിചാരിക്കുന്നു. കുറേയൊക്കെ കേട്ടറിഞ്ഞ കഥകളാണ്, കുറേയൊക്കെ അതിൻ്റെ കൂടെ എൻ്റെ ഭാവനകളും കൂടി കൂട്ടി ചേർത്തിട്ടുള്ള വർഷം. ശരി, കഥയിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ അച്ഛൻ എങ്ങനെ എന്നെ കാണുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറക്കുന്നില്ല. ഞാൻ കണ്ണ് തുറക്കാതെ കണ്ട സമയത്ത് അച്ഛന് വല്ലാത്തൊരു ടെൻഷൻ. ഇതിപ്പോൾ എന്താ കണ്ണൂർക്കാത്തെ? ഇങ്ങനെ വേറിൽ ഞൊടിച്ച് നോക്കുന്നു, പേര് വിളിക്കുന്നു, മീൻസ് മോനെ വാവേ എന്നൊക്കെ വിളിക്കുമല്ലോ, അങ്ങനെ വിളിക്കുന്നു. അപ്പോഴൊന്നും ഒരു റെസ്പോൺസ്, കണ്ണ് തുറന്നങ്ങനെ നോക്കുന്നില്ല. ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ കണ്ണ് തുറക്കുന്നില്ല. അപ്പോൾ എന്താണ് എന്നറിയാൻ വേണ്ടി കണ്ണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത സമയത്താണ് എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ ശരിക്കും അച്ഛൻ കാണുന്നത്. ഷോക്കായിപ്പോയി, ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ ഡോക്ടർമാരോട് വിളിച്ച് സംസാരിക്കുന്നു. അറിയാലോ, ആറ്റുന്നൊറ്റുണ്ടായൊരു മോൻ പെട്ടെന്ന് കണ്ണിങ്ങനെയാണ് എന്നറിയുമ്പോൾ ഏതൊരു പിതാവിനും ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. അപ്പം പെട്ടെന്ന് തന്നെ ഡോക്ടർമാരോട് വിളിച്ച് സംസാരിക്കുന്നു. ചാച്ചായി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ചാച്ചായിയോട് കാര്യം പറയുന്നു. അമ്മയുടെ അമ്മച്ചിയോട് കാര്യം പറയുന്നു. അപ്പം എല്ലാവരും വല്ലാതെ ടെൻഷനിലാണ്. ഇതെന്തപ്പോൾ ഇങ്ങനെ വരേണ്ടതല്ലല്ലോ, എന്താണ് കാരണം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരും ടെൻഷൻ അടിച്ച് തെരാപ്പാരി ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ ഒരു 3 ദിവസം പെട്ടെന്ന് കടന്നുപോയി. ഈ 3 ദിവസവും എല്ലാവരുടെ മനസ്സിലും ഭയങ്കര ടെൻഷനാണ്. എടാ, എന്താ ഇതിപ്പോൾ ഇങ്ങനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇതിൽ നിന്ന് എങ്ങനെയാണൊന്ന് ഓവർകം ചെയ്യുന്നത്, ഇതിൻ്റെ പ്രതിവിധി എന്താണ് എന്നുള്ള രീതിയിൽ എല്ലാവരും ടെൻഷനിലാണ്. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു തീരുമാനം വന്നു. അന്ന് ഇപ്പോഴത്തെ അരവിന്ദ് ഐ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. അന്ന് കാര്യമ്പാടി എന്ന് പറയുന്നത് വയനാട്ടിൽ അത്യാവശ്യം പ്രമുഖമായിട്ടുള്ളൊരു ആശുപത്രിയാണ് എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ ആ പ്രമുഖ ആശുപത്രി, കാര്യമ്പാടി ഉള്ള ആ പ്രമുഖ ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. ഡോക്ടർമാരെ കാണുന്നു. അവർ നോക്കുമ്പോൾ ലൈറ്റുകളോടൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം എന്നിൽ നിന്നില്ല. അപ്പം അവർ വിധി എഴുതി, ഈ കുട്ടിക്ക് ഇനി ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടില്ല, ഇവൻ എന്നേക്കും ഒരു ബ്ലൈൻഡ് ആയിരിക്കും. ടോട്ടലി ബ്ലൈൻഡ് എന്ന രീതിയിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എഴുതി തന്നു, 100% എന്ന രീതിയിൽ. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും എല്ലാവരും ഭയങ്കര സങ്കടത്തിലായി. കാരണം ഭയങ്കര പ്രതീക്ഷയോടെ, ഭയങ്കര കൊതിയോടുകൂടി പോയതാണ് എന്തെങ്കിലും ഒരു പ്രതിവിധി കിട്ടും എന്ന രീതിയിൽ. പക്ഷേ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. അങ്ങനെയാണ് അവർ തിരിച്ചെടുത്ത് പോരുന്നത്. പ്രസവശേഷം എടുക്കേണ്ട റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴാണ്, ഇവരെല്ലാവരും ഇത് അറിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മേനോട് നല്ല കാര്യം അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന കുറച്ച് മുതിർന്ന ആൾക്കാർക്കൊക്കെ ഒരു ചോദ്യം ഉണ്ടാവാം, നോർമൽ ഡെലിവറി ആയിരുന്നോ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ലെന്നാണ് കേട്ട് കേൾവി. സ്വാഭാവികമായിട്ടും ഇത് വീട്ടിലിങ്ങനെ സംസാരിക്കുമ്പോൾ, പൊതുവെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാ കഥകളും നമുക്കറിയാമല്ലോ, ചെറുപ്പകാലം തൊട്ട് കേട്ട് വളർന്നതല്ലേ. അപ്പോൾ നോർമൽ ഡെലിവറി ആയിരുന്നു. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊന്നും അമ്മയ്ക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല.
അത്തരം ചോദ്യങ്ങൾ താഴെ കമന്റ് ഇടാൻ വന്നവർക്ക് അത്തരം ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എന്നെ കൊണ്ട് അരവിന്ദായി ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടുത്തെ ഡോക്ടർമാർ അവരുടേതായ രീതിയിലുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ ശ്രമിച്ചു നോക്കുന്നു. അങ്ങനെ ഒരു 2.5 വയസ്സിൽ എൻ്റെ ഈ വലത്തെ കണ്ണിൻ്റെ വെള്ള കുറച്ച് ചുരണ്ടിക്കളയുന്നു. അതൊരു പ്രൊസീജിയറാണ്. അതിൻ്റെ പ്രൊസീജിയറിൻ്റെ പേര് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. ഇപ്പം ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പൊങ്കാലിടാൻ വരണ്ട. ആ പുതിയ മനസ്സിൽ വെച്ചാൽ മതി. ചുമ്മാ തമാശ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വെള്ളം ചുരണ്ടിക്കളയുന്നു. അതിന് ശേഷമാണ് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വരുന്നത്. മീൻസ് കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ആകുന്നു. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ആകുന്നു. എനിക്ക് കുറച്ചുകൂടെയൊക്കെ കാണാൻ പറ്റുന്നു. എൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചും കൂടെയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ഒരു സന്തോഷമായൊരു മൂമെൻ്റായി മാറുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. മെല്ലെ 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 നമ്മളും റിക്കവറായി വരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല. 2.5 വയസ്സല്ലേ ഉള്ളൂ, എന്തറിയാൻ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് അച്ഛൻ എന്നെ എടുത്തുകൊണ്ട് പോകുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പച്ച ഉടുപ്പിട്ട ചേച്ചി മീൻസ് നേഴ്സ് എൻ്റെ അടുത്ത് തന്നെ കൊടുക്കുന്നു. പുള്ളിക്കാരൻ എന്നെ എടുത്തുകൊണ്ട് അങ്ങനെ അകത്തേക്ക് പോകുന്നു. ഏതോ റൂമിനകത്തേക്ക് പോകുന്നു. പിന്നെ അവിടെ എവിടെയോ എന്നെ കിടത്തിയതായിട്ടും ചെറിയൊരു ഓർമ്മ എവിടെയോ ഉണ്ട്. പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചത് എനിക്കറിയില്ല. പിന്നെ എൻ്റെ കണ്ണ് തുറക്കുമ്പം ഇതെൻ്റെ ഓർമ്മയിലുള്ളതാട്ടോ. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ ഈ കണ്ണിങ്ങനെ മൂടി കെട്ടിവെച്ചിരിക്കുകയാണ്. എന്തോ ഇങ്ങനെ ഒരു അടഞ്ഞിങ്ങനെ ഇരിക്കുന്നു. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അന്ന്. പിന്നെ കുറേ നാളത് അങ്ങനെ ആയിരുന്നു. ഇടയ്ക്ക് ഇത് പൊളിക്കും, പിന്നെ വീണ്ടും കെട്ടിവെക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അതെന്താ എന്തിനൊന്നും അന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നെ പിൽക്കാലത്താണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നത്, ഞാൻ അറിഞ്ഞതൊക്കെ. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ടൈനി ടോട്ട്സ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ പ്ലേ സ്കൂളിൽ പോയി. ആദ്യമായിട്ട് ഞാൻ പോകുന്നത് അവിടെയാണ് കേട്ടോ. അവിടെ പോയി കുട്ടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നു, ഇടപെടുന്നു. ഞാനും ഭയങ്കര ഹാപ്പി, അവരും ഭയങ്കര ഹാപ്പി. അവിടുത്തെ മിസ്സിന് എനിക്ക് ഇപ്പോഴും ഭയങ്കര കാര്യമാണ്. അപ്പം അങ്ങനെ പോകുന്നു, ഇടപെടുന്നു, ഭയങ്കര സന്തോഷം. അവിടുന്ന് ആണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചെരുപ്പ് ഓർഡറിലിടാനൊക്കെ പഠിച്ചത്. കാരണം എനിക്ക് എൻ്റെ ചെരുപ്പ് മറ്റുള്ളവരുടെ ചെരുപ്പുകൾ, ഇപ്പോൾ ഇതൊരു ചെരുപ്പിൻ്റെ കൂട്ടമാണെന്ന് വിചാരിക്കുക, ഇതെൻ്റെ ചെരുപ്പാണെന്ന് വിചാരിക്കുക. ഇവിടെ എൻ്റെ ചെരുപ്പ് ഇങ്ങനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മനുഷ്യന്മാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ചിലപ്പം എക്സ്ട്രാ 2-3 വരാം. അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി പോകാം. അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് എനിക്ക് എൻ്റെ ചെരുപ്പ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഒരു ബുദ്ധിമുട്ട് നേരിടും. അപ്പം അതുകൊണ്ട് അന്ന് അവിടെ നിന്ന് ഞാൻ ശീലിച്ചൊരു കാര്യമാണ്, ഇപ്പം എല്ലാവരുടെയും ചെരുപ്പ് ഇങ്ങനെ കൂട്ടമായിട്ടൊരു സ്ഥലത്തിട്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പുറത്ത് കുറച്ച് ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ട് മാറിയിട്ട് എൻ്റെ 2 ജോഡി ചെരുപ്പ് ഞാൻ ഇടും. അപ്പോൾ എനിക്കത് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായി? പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് എടുക്കാൻ പറ്റും. ടെക്നിക്ക് കിട്ടിയോ? അതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ 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 UKG പോയി ചേരുന്നു. LKG പോയില്ല, UKG നേരിട്ട് പോകും. കാരണം ഓൾറെഡി എന്നെ സ്കൂളിൽ ചേർക്കാൻ ഈ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പേടിയായിരുന്നു, എന്താവും എങ്ങനെയാവും എന്നൊക്കെ. എനിക്കല്ല, അച്ഛനും അമ്മയ്ക്കൊക്കെ. അങ്ങനെ UKG ചേരുന്നു. അന്ന് ഇപ്പം ആ സ്കൂളൊന്നുമില്ല, വിശ്വപത്മ പബ്ലിക് സ്കൂൾ എന്നൊരു സ്കൂളിൽ അന്ന് പോയി ചേർന്നത്. അങ്ങനെ UKG പോയി ചേർന്നു. അന്നത്തെ എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് റെജി എന്നായിരുന്നു. അപ്പോൾ വൻ കോമഡിയാണ്. പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ വൻ കോമഡികളാണ്. എൻ്റെ ലൈഫിൽ ഞാൻ മാറ്റി നിർത്തലുകൾ അനുഭവിക്കാൻ തുടങ്ങിയത് അപ്പം തൊട്ടാണ്. അതായത് പിള്ളേർ നമ്മളെ കൂടെ കൂട്ടുന്നില്ല, അവർ നമ്മളെ മാറ്റി നിർത്തുന്നു, അങ്ങനത്തെയൊക്കെ ഒരവസ്ഥ ഞാൻ നേരിടുന്നത് ആ ഒരു സമയത്താണ്. നമ്മൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും എവിടേക്കോ എന്തൊക്കെയോ നമ്മളിങ്ങനെ മാറ്റി തള്ളി നിർത്തുന്നൊരവസ്ഥ. എന്താണെന്നോ എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. ഈവൻ ക്ലാസ് ടീച്ചർ പോലും എന്നെ അപ്പാപ്പ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അന്ന് ഞാനൊരു സ്പെക്സ് ഇടുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഇടാറുണ്ടൊരു സ്പെക്സ്, പവർ ഗ്ലാസ്. ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി മനഃപൂർവ്വം മാറ്റി വെച്ചതാണ്, ഇടാറുണ്ട്. എനിവേ,
ഇടക്കാലത്ത് ഇതിലേക്ക് ഷിപ്പ് ഇടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പോൾ അന്ന് ഞാനൊരു ഗ്ലാസ് ഉപയോഗിക്കുന്നത് പവർ ഗ്ലാസ് ഒന്നുമല്ല, വെറുതെ ഒരു ഗ്ലാസ് ഇങ്ങനെ വെക്കും. കാരണം എൻ്റെ കണ്ണിപ്പോൾ നിങ്ങൾ എല്ലാവർക്കും കാണാം. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പുള്ള ഒരു ഗ്ലാസ് ഇങ്ങനെ എപ്പോഴും വെക്കുമായിരുന്നു, ഒരു ഗ്രേ ഷെയ്ഡുള്ളൊരു ഗ്ലാസ്. ഏതായാലും ആ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്നെ അപ്പാപ്പ എന്നാണ് പുള്ളിക്കാർ വിളിച്ചിരുന്നത്. അത് കേട്ട് പിള്ളേരും എന്നെ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജല്ലേ, ഭയങ്കരമായിട്ട് വിഷമം വന്നു. ഉള്ളിൻ്റെ ഉള്ളിലൊരു കുത്തലാണ്, ഇതെന്താ ഇങ്ങനെ എന്നോടെല്ലാവരും അങ്ങനെ. പക്ഷെ അന്ന് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഗ്ലാക്സൺ എന്ന് പറഞ്ഞിട്ട്. അവനും ഞാനും ഭയങ്കര കൂട്ടാണ്. എനിക്ക് ആകെപ്പാടില്ല ആശ്വാസം തന്നെ അവനായിരുന്നു. അയ്യോ, ഞങ്ങൾ ഭയങ്കര ഒരു ക്ലോസ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന കുറച്ച് സൗഹൃദങ്ങളേ ഉള്ളൂ. അതിലൊരെണ്ണമാണ് ഇത്. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സൗഹൃദമാണ് അവൻ്റെ ഒപ്പമുള്ള സൗഹൃദം. ഗ്ലാക്സൺ എവിടെയെങ്കിലും ഇരുന്ന് എന്നെ കേൾക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ ഹലോ. അപ്പോൾ UKG അങ്ങനെ കഴിഞ്ഞു പോയി, 1ാം ക്ലാസ്സിലേക്ക് മാറി. അപ്പോഴേക്കും ഗ്ലാക്സനൊക്കെ മാറിപ്പോയി. പിന്നെ ഒരു അമിത്ത് വന്നു. പിന്നെ അമിത്ത് ഞാനുമായി കൂട്ട്. അമിത്തിൻ്റെ അമ്മയും അമിത്തിൻ്റെ അനിയത്തിയും ഒക്കെ ഞാനായിട്ട് ഭയങ്കര അടുപ്പമായി. അവനെനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവനും ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത പേര് മുള്ളംപന്നി. കാരണം അവൻ്റെ ഈ മുടി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ മുടി മര്യാദയ്ക്ക് ആയിരുന്നില്ല. മീൻസ് മിക്കവാറും അവൻ പറ്റ വെട്ടിക്കൊണ്ടാണ് അവരോട് ക്ലാസ്സിൽ. അപ്പോൾ നമ്മളിങ്ങനെ തൊടുമ്പോൾ തല തൊടുമ്പോൾ നമ്മളിങ്ങനെ ഫീൽ ചെയ്യില്ല ഇങ്ങനെ. അപ്പോൾ ടീച്ചേഴ്സ് കിട്ടിയ പേരായിരുന്നു മുള്ളംപന്നി എന്നുള്ളത്. എന്നെ അപ്പാപ്പൻ, അവൻ മുള്ളംപന്നി. ഈ റെജിമിസിനൊരു ദുസ്വഭാവം ഉണ്ട്. അതായത് അവരെപ്പോൾ ബാത്റൂമിൽ പോയാലും അവർ എന്നെ വിളിക്കും, ജെയ്ബിൻ എൻ്റെ കൂടെ വാ. എന്നിട്ട് ഈ പൈപ്പ് തുറക്കാൻ പറയും. പൈപ്പ് തുറന്ന് അവർ മുഖമൊക്കെ കഴുകി ഒരു ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ പിന്നെ വീണ്ടും പൈപ്പ് തുറന്നാൽ നടക്കാൻ ഞാൻ അവിടെ നിൽക്കണം. എന്തെങ്കിലും കാരണവശാൽ ഞാൻ പോയില്ല എങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു പാടത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയാതെ വരുമ്പോൾ അടിക്കുന്നു. ഇതൊരു സ്ഥിര അനുഭവമായിരുന്നു, ഒരു ബുള്ളിങ് പോലെയായിരുന്നു. എന്തുകൊണ്ടോ പേടി കൊണ്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാനത് വീട്ടിൽ പറഞ്ഞില്ല. എന്താ കാരണം എന്ന് എനിക്ക് അന്നും ഇന്നും അറിയില്ല, പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഈ ടീച്ചർ വിളിച്ച് ഞാൻ പോകാതെ ഇരുന്ന ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് യൂറിൻ പാസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വന്നു, മൂത്രമൊഴിക്കാൻ മുട്ടി. അപ്പം ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ എനിക്ക് ബാത്റൂമിൽ പോകണം. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, പോകണ്ട, ബാത്റൂമിൽ പോകണ്ട, അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. ഒരു 3-4 തവണയെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. പുള്ളിക്കാരി അത് സമ്മതിച്ചില്ല. ബട്ട് എൻ്റെ കൺട്രോൾ പോയി, മൂത്രം ഒഴിച്ചു പോയിന്ന് ശരിക്കും പറഞ്ഞ. ക്ലാസ് മുഴുവൻ കളിയാക്കി ചിരിയോ ചിരി. എനിക്കും ഭയങ്കര നാണക്കേടായി. ഞാനാകെ പടക്കാരൻ ഞാലമ്പാക്കി. പ്രായത്തിൻ്റെ അതെ എന്നാ ഞാൻ ഇപ്പം ഈ ചിരിച്ച് സംസാരിക്കുന്ന പോലെ നല്ല. അപ്പം നമ്മൾ അവരെല്ലാവരും ഫേസ് ചെയ്യുമല്ലേ, ആരെങ്കിലും കരഞ്ഞു പോവും. ആ ഒരു സംഭവം കഴിഞ്ഞു പോയി. ഇതൊക്കെ പ്രധാനപ്പെട്ട ഏടുകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ 1ാം ക്ലാസ് കഴിഞ്ഞു, 2ാം ക്ലാസ് കഴിഞ്ഞു, 3ാം ക്ലാസ് കഴിഞ്ഞു. ഇവിടെ ഈ റെജിമിസ് ഉൾപ്പെടെ പലരും ഉണ്ടായിരുന്നെങ്കിലും എന്നെ സ്വാധീനിച്ച അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചൊരു മിസ് എന്ന് പറയുന്നത് സീന മിസ് ആയിരുന്നു. മിസ് ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ അന്ന് അവിടെ എനിക്കൊരു സപ്പോർട്ടായിട്ട് നിന്നത് സീന മിസ് ആയിരുന്നു. സീന മിസ് ഈ സംഭവങ്ങൾ ഇപ്പം ഈ മേൽപ്പറഞ്ഞ സംഭവങ്ങളൊക്കെ അറിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു സപ്പോർട്ട്, ഒരു സ്നേഹമായിട്ട് നിന്നത് സീന മിസ് ആയിരുന്നു. ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഹസ്ബൻഡ് ഒരു ജെയിംസ് ഏട്ടൻ, മോള്, ഇവരെയൊക്കെ എനിക്ക് നന്നായി പരിചയമുണ്ട്. 1ാം ക്ലാസ് കഴിഞ്ഞു. ഞാൻ നേരെ 4ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ടായി. 4ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചൊരു ജയ മിസ്സായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ 4ാം ക്ലാസ്സിലും ഒരുപാട് ബുള്ളിങ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. കാരണം എൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടിയില്ല. പലപ്പോഴും പലരും നമ്മളെ തള്ളി മാറ്റി നിർത്താൻ നോക്കിയിട്ടുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല. എടോ, കാഴ്ചയില്ലാതായിപ്പോൾ ഇതിപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല. എൻ്റെ അപ്പൻ്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല. മുകളിലിരിക്കുന്ന ആൾ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു, അങ്ങനെ അങ്ങ് ആയിപ്പോയി. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി നിർത്തിക്കൊണ്ട് വല്ല കാര്യമുണ്ടോ? നോ. മാറ്റി നിർത്തുമ്പോഴേ നിങ്ങൾ എൻ്റെ ആ ഒരു സൗഹൃദമല്ലേ നഷ്ടപ്പെടുത്തി കളയുന്നത്? എൻ്റെ ആ വിലയേറിയ ഒരു സ്നേഹമല്ലേ നഷ്ടപ്പെടുത്തി കളയുന്നത്?
നിങ്ങളത് ചിന്തിച്ചില്ല. മോശമായിപ്പോയി, തീരെ മോശമായി. ഇപ്പം ഇങ്ങനെയൊക്കെ ചിരിച്ച് കളി സംസാരിച്ചാൽ അന്നൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കണ്ണുപൊട്ടാന്ന് വിളിക്കുന്നു, അത് കേൾക്കുന്നു, സങ്കടമാവുന്നു, കരയുന്നു, പിടിക്കുന്നു, ഒന്നും വേണ്ട, ആകെപ്പാടെ ബഹളം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വൈഷ്ണവി, ഫഹദ്, രണ്ടുപേരെയും കണ്ടുമുട്ടുന്നത്. അതൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആണ്. ഇപ്പോഴും അവരൊക്കെ തമ്മിൽ എനിക്ക് നല്ല ക്ലോസ് കോണ്ടാക്റ്റാണ്. വൈഷ്ണവിയുടെ അമ്മയും എൻ്റെ അമ്മയായിട്ട് ഭയങ്കര കൂട്ടാണ്. വൈഷ്ണവിയും ഞാനും ഭയങ്കര കൂട്ടാണ്. ഞങ്ങൾ ലാസ്റ്റ് ഒരു കോളേജിൽ, അവൾ കെമിസ്ട്രിയിൽ, ഞാൻ ഇംഗ്ലീഷിലുമായിട്ട് പഠിച്ചിട്ടുമുണ്ട്. അങ്ങനെ അപ്പോൾ വൈഷ്ണവി, ഞാൻ, ഫഹദ്, ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് രൂപപ്പെട്ടു. ഞാൻ പിന്നെ സ്കൂളിൽ പോകുന്നതന്നെ അവരെ കാണാൻ. ഇൻ്റർവെല്ലായി കഴിഞ്ഞാൽ അപ്പോൾ ഓടും മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ. വൈഷ്ണവിനെ ഞങ്ങൾ ഇങ്ങനെ കളിയാക്കി ഒരു ലെവലാക്കും, ഞാനും ഫഹദും കൂടെ. അത് പക്ഷേ ഞങ്ങളുടെ മൂന്നുപേരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു തമാശകളാണ് കേട്ടോ. അവളും ഒരേകഥ എൻജോയ് ചെയ്യാറുണ്ട്, ഞങ്ങളും എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കാറുണ്ടെങ്കിലും കൂടുതൽ വൈഷ്ണവിക്കാണ് കളിയാക്കൽ കിട്ടാറ്. അങ്ങനെ ഫഹദിന് എന്നെക്കാൾ എൻ്റെ ഒപ്പം പ്രായമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ എന്തോ അന്ന് അവനെ ചേട്ടായി എന്ന് വിളിച്ചോണ്ടിരുന്നതൊക്കെ. അങ്ങനെയാണ് 4ാം ക്ലാസ് ഞാൻ ഒരു കുഴപ്പമില്ലാതെ പോയതല്ല, മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇവരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തട്ടിമുട്ടി അങ്ങ് പോയി. അതാണ് സത്യം. അവിടുന്ന് പിന്നെ 5ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ടായി. 5ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബുള്ളിങ് ഒക്കെ കുറച്ചും കൂടെ അങ്ങ് ഇൻക്രീസായി. പിന്നെ ഈ വാഗ്വാദങ്ങൾ, അതായത് കണ്ണുകൊട്ട പോലെയുള്ള വാഗ്വാദങ്ങൾ മാറി പിന്നെ ഇടിയായി. അയ്യോ, ഓട്ടക്കം പൊട്ടുന്ന പോലെ ഇടിയുടെ കിട്ടിക്കൊണ്ടിരുന്നേ. എന്തിനാന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ലെന്നേ. ഷോ, സത്യമായിട്ടും വരുന്നവനും പോകുന്നവനൊക്കെ ടക്കോ എന്നിരിച്ചിട്ട് പോകും. എന്തിനാന്ന് എനിക്കറിയില്ല, ഞാൻ കാര്യം പറഞ്ഞതാ. ഒരു സംഭവം പറയാം. ഞാൻ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ ഇപ്പുറത്തൊരു പയ്യനുണ്ട്, ഇപ്പുറത്തൊരു പയ്യനുണ്ട്. അവരുടെ പേരൊന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പേര് പറഞ്ഞില്ല. അപ്പം എന്നോട് പറഞ്ഞു, പന്ന ബീപ്പാണ്, ഞാൻ പറയുന്നില്ല, അത് അനങ്ങി പോകരുത്, ഒരു രീതിയിലും നീ അനങ്ങാൻ പാടില്ല. നീ ഇപ്പം ഇങ്ങനെ ഇരിക്കേണ്ട അങ്ങനെ ഇരുന്നു, പക്ഷെ അനങ്ങരുത്. അനങ്ങിയാൽ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മനുഷ്യനല്ലേടോ, എത്ര വേണം ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എത്ര തന്നെ ഇങ്ങനെ ചാരിയിരിക്കും. ചിലപ്പോൾ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ലേ, ക്ലാസ് അല്ലേ. അനങ്ങിപ്പോയോ, ഈ പുറത്തിനിട്ടുണ്ടല്ലോ, ഒരാൾ ഈ പുറത്തിൻ്റെ ഈ ഭാഗത്തും ഒരാൾ ഇപ്പുറത്തെ ഭാഗത്തും പടക്കോ എന്നിരിക്കും. ഭയാനകമായ ദിവസങ്ങളായിരുന്നു അപ്പോഴൊക്കെ. അപ്പം ഇവർ കുറച്ച് നമ്മൾ ഇടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ശ്വാസം വിലങ്ങുന്ന പോലെയൊക്കെ ആയിപ്പോവും. അപ്പം നമ്മളിങ്ങനെ കിടക്കും ബെഞ്ചിലിങ്ങനെ. അത് കാണുമ്പോൾ ടീച്ചർ വിചാരിക്കും നമ്മൾ ഉറങ്ങുവാന്ന്. ടീച്ചറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ടീച്ചറുടെ കണ്ണിൽ നമ്മൾ ഉറങ്ങുമല്ലേ. പക്ഷെ അതെല്ലാം നമുക്കല്ലേ അറിയുള്ളൂ. ഏത് അമ്മോ, അങ്ങനെ ഒരുവിധം 5ാം ക്ലാസ് തള്ളി നീക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അടിയും ഇടിയും ബഹളവും ബുള്ളിങ്ങും ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. അവിടെ നിന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ ജെസി മിസ് ആയിരുന്നു. ജെസി മിസ്സിന് എൻ്റെ ഭയങ്കര സ്നേഹമായിരുന്നു എനിക്കും. അപ്പോൾ മിസ്സായിരുന്നു അവിടുത്തെ എൻ്റെ ഒരു കൂട്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സൗഹൃദം കേട്ടോ ജെസി മിസ്സിൻ്റെ. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. ജെസി മിസ്സിൻ്റെ ചേച്ചി ആണോ അനിയത്തിയാണോ എന്ന് എനിക്കല്ല, ലീലാമ്മ മിസ്, പുള്ളിക്കാരി എന്നെ വേദപാഠത്തിൽ പഠിപ്പിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ടായി. 6ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ടായി കഴിഞ്ഞപ്പോഴേക്കും ഒരു ബിബി മിസ്സാണ് അന്ന് ക്ലാസ് ടീച്ചറായിരുന്നത്. മിസ് എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മിസ്സ് ഞാൻ 6ാം ക്ലാസ്സിൽ വന്നപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങി, ജെയ്ബിൻ ഇവിടെ പഠിക്കാൻ പറ്റില്ല, ജെയ്ബിനെ പോലുള്ളവരോട് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഇവിടുന്ന് പോകണം, ഇവിടുന്ന് പോയേ പറ്റൂ. എന്ത് സംസാരിച്ചാലും എങ്ങനെ സംസാരിച്ചാലും അവസാനം കറങ്ങി തിരിച്ച് ജെയ്ബിന് ഇവിടുന്ന് പോകണം, ജെയ്ബിന് ഇവിടെ നിൽക്കാൻ പാടില്ല. അതായിരുന്നു മാം പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം. ഞാനവിടെ ഭയങ്കര സെറ്റായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഇൻ്റർവെൽ നമുക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ അവിടെ, നേരെ താഴെ ഓഫീസ് റൂമിൽ പോകും. അവിടെ സിസ്റ്റേഴ്സായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. ഒരു ഫ്ലോറി സിസ്റ്റർ, ഫ്രീഡ സിസ്റ്റർ, ഒരു ആൻസി സിസ്റ്റർ, അവിടുത്തെ HM,
ഇവരൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ അവിടെ ഈ സിസ്റ്റർ അമ്മമാരുടെ മഠമുണ്ട്, അവിടെ പോയിട്ട് അവരോടും ഭയങ്കര കൂട്ടാവും. ഞാൻ CKSയിലാണ് പഠിച്ചത്. പിന്നെ അവിടെ ചാപ്പലുണ്ട്, ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, ഇങ്ങനെ മുട്ടിലഴിഞ്ഞൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെ അവിടെ വെച്ച് വേറൊരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാം. അച്ഛനമ്മയ്ക്കൊക്കെ അറിയാം സംഭവം, ഭയങ്കര കോമഡിയാണ്. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ചാപ്പലിൽ കുർബാന ഉണ്ടാവും. അപ്പോൾ ഈ ചാപ്പലിൽ കുർബാന നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടും. അപ്പം അങ്ങനെ എല്ലാവരും കുർബാന സ്വീകരിക്കാൻ പോകുമല്ലോ. അപ്പം എനിക്ക് പോകേണ്ട ഒരു കാര്യമില്ല, ഞാൻ സാധാരണ പോകാറുമില്ല. പക്ഷെ എന്തോ ഒരു ബോധത്തിൽ എല്ലാവരും പോയ കൂട്ടത്തിൽ ഞാനും പോയി കുർബാന സ്വീകരിച്ച് തിരിച്ചു വന്നു. ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന പല മതസ്ഥരും ഉണ്ടാവുമല്ലോ, ക്രിസ്ത്യൻസിന് ആദ്യ കുർബാന കഴിയാതെ കുർബാന സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്ത് ചെയ്യും? ഞാൻ വേഗം പോയി സിസ്റ്റേഴ്സിനോട് കാര്യം പറഞ്ഞു. സിസ്റ്റേഴ്സ്, ഇങ്ങനെയാണ് കാര്യം, എന്താ ചെയ്യുക? അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനത് ചെയ്തു. വീട്ടിൽ പേടിച്ചിട്ട് പറഞ്ഞില്ല. പിന്നെ ആദ്യ കുർബാനയ്ക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പോയപ്പോഴാണ് ഇത് അവിടെ അച്ഛനോടും അമ്മയോടൊക്കെ പറയുന്നത്. ഇതാണ് അവിടെ ഒരു തമാശ. അത് കഴിഞ്ഞ് നമുക്ക് ബേബി മിസ്സിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ബേബി മിസ്സിൽ പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, പോകണം ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഈ പറഞ്ഞ പോലെ ആദ്യ കുർബാന സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകളുണ്ട്, നമസ്കാരങ്ങൾ പഠിക്കാൻ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ പോയപ്പം ഒരു സിൻസി സിസ്റ്റർ പറഞ്ഞു, ആലുവ ഒരു സ്കൂളുണ്ട്, അവിടെ പോകുന്നതിനെ പറ്റി ആലോചിക്കാം. ഒരു അനറ്റ് എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടുന്ന് കലൂരിൽ നിന്ന് പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാറിൽ പോയി വരുമോ മറ്റോ ചെയ്യാം എന്നങ്ങനെ പറഞ്ഞു. അങ്ങനെ അനറ്റിൻ്റെ അമ്മയുമായിട്ട് സംസാരിച്ച് അനറ്റ്, ഞാൻ, അച്ഛൻ, അമ്മ, ആ അനറ്റിൻ്റെ അമ്മ ഷാൻഡി എന്നാണ് അവളുടെ പേര്. അങ്ങനെ ആദ്യമായിട്ട് ആലുവ ബ്ലൈൻഡ് സ്കൂളിലേക്ക് പോകുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി, ഇപ്പം പേരൊക്കെ മാറി, എന്നാൽ വേണ്ട, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, അവരൊക്കെ ഇപ്പോഴും ജീവനുള്ളവരായതുകൊണ്ടും അവരുടെ പേര് ഞാൻ ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നില്ല. അവരെന്തോ കുസൃതി കാണിച്ചാണ് ഒരു ലവ് ലെറ്റർ പോലെ എഴുതി വെച്ചു. ക്ലാസ്സിലുള്ള വേറൊരു കുട്ടിയുടെ പേരിൽ ഒരു ലവ് ലെറ്റർ എഴുതി വെച്ചു. അപ്പോൾ ഈ ബ്രെയിൽ ലിപിയിലാണ് ഇവർ എഴുതുന്നത് മൊത്തം. അതൊരു കോൺട്രാക്ഷൻസ് പറയും. കോൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, നമ്മൾ സൈറ്റഡിൽ ഈ അപ്പോസ്ട്രോഫി ഒക്കെ ഇട്ട് ഇങ്ങനെ എഴുതില്ലേ, ഷോർട്ടായിട്ട് എഴുതില്ലേ. അപ്പോൾ അതേപോലെ ബ്രെയിലിൽ അങ്ങനെ എഴുതാൻ പറ്റും, മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതാൻ പറ്റും. അവരങ്ങനെ എഴുതി ഒരു ലവ് ലെറ്റർ വെച്ചു. എൻ്റെ പേരാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരച്ചിലായി. ടീച്ചറെ, അനിത ടീച്ചറാണ്, അനിത ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, ഒരു മേരി ടീച്ചറുണ്ട്. മേരി ടീച്ചറിന് നമ്മുടെ കൈയക്ഷരത്തിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇതാരാണ് എഴുതിയത് എന്നുള്ളത് ഏകദേശം കിട്ടും. ഒരു ക്ലാസ്സിൽ നിന്നാണല്ലോ പോകുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ്സിലെ വിലയിരുത്തുമ്പോൾ അറിയാം ആരായിരിക്കും എന്നുള്ളത് ഏകദേശം അറിയാം. അതിൻ്റെ ഒരു എഴുത്ത് ശൈലി തൊട്ട് കഴിയുമ്പോൾ അത് മനസ്സിലാവും, വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആളെ കിട്ടി. ഞാനല്ല എന്ന് മനസ്സിലായി. ഞാൻ അന്നേരം പോയിട്ടേ ഉള്ളൂ. ബ്രെയിൽ പോലും വരെയൊക്കെ അക്ഷരം നിട്ടാൽ എനിക്ക് എഴുതാൻ അറിയില്ല. അപ്പോഴാണ് കോൺട്രാക്ഷൻ ഇട്ട് എഴുതാൻ. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു, അവരോട് പറഞ്ഞു, ഞാനല്ല ഇത് ചെയ്തത്, ജൈബിനല്ല ചെയ്തു, എഴുതിയ ആൾക്കാരുടെ പേരും പറഞ്ഞു. അന്ന് ടീച്ചർ അടുത്ത് വന്നിട്ട്, ഞാനവിടെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ ഇടില്ലേ, ഇങ്ങനെ ഈ നിൽക്കുന്നു, എന്നിട്ട് കൈ ഇങ്ങനെ ഷോൾഡറിലോട്ടിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ടീച്ചറോട് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഒരു ആശ്വസിപ്പിക്കലുണ്ടായിരുന്നു. അത് ലൈഫിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. കാരണം അതേപോലത്തെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിന്നപ്പോൾ വന്നൊരു ആശ്വാസപ്പെടുത്തലായിരുന്നു അത്. ഭയങ്കര ഒരു റിലീഫായിരുന്നു, ഒരു ഭയങ്കര ആശ്വാസമായിരുന്നു. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്തിട്ട് നമ്മൾ കരഞ്ഞു വിഷമിച്ച് നിൽക്കുമ്പോൾ നമ്മളൊരാൾ ആശ്വസിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ, അതൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്വന്തം ലൈഫിൽ അനുഭവിച്ചാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ. അങ്ങനെ 6ഉം 7ഉം ഒക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പാസ്സായി. ഇതിനിടയ്ക്ക് വേറെയും കുറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുടുംബപരമായിട്ട്. അത്
പല രീതിയിലും എന്നെ അടിച്ച് പല മേഖലയിലും താഴ്ത്തിയിട്ടുമുണ്ട്. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ മിമിക്രിയിൽ ഭയങ്കര സ്റ്റേറ്റിൽ ഫസ്റ്റും സെക്കൻഡും ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അത് കിട്ടി. പിന്നെ എൻ്റെ താല്പര്യത്തിന് ഏതായ ഇഷ്ടത്തിന് ഞാൻ പിന്നെ മിമിക്രി കാണിക്കാൻ കളിക്കുക. അതിന് അച്ഛനും അമ്മയൊക്കെ വൻ സപ്പോർട്ടായിരുന്നു. അത് ഇവരും അന്നും ഇന്നും ഒരേപോലെ സപ്പോർട്ടിങ് ആണ്. അവരുടെ കാരണം കൊണ്ടല്ല, വേറെ ചില റീസൺസിൻ്റെ പേരിൽ ഞാനിവിടെ പറയുന്നില്ല. വേറെ പല റീസൺസിൻ്റെയും പേരിൽ അതും പോയി. അത് കുടുംബക്കാർ തന്നെയായിരുന്നു അതിൻ്റെ റീസൺ. അത് ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മളോട് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. വേണ്ട, അതോടെ നിൽക്കട്ടെ. അപ്പോൾ തൽക്കാലം എൻ്റെ കഥയുടെ പാർട്ട് 1 ഇവിടെ ഞാൻ ഫുൾ സ്റ്റോപ്പ് അല്ല, കോമഡിയാണ്. ഇത് കേട്ടിട്ട് പാർട്ട് 2 വേണമെന്ന് നിങ്ങൾ പറ. വേണമെങ്കിൽ നെക്സ്റ്റ് മൺഡേ പാർട്ട് 2 ആയിട്ട് ഞാൻ വരാം. ഓക്കെ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത്രയും പേര് എത്തിച്ചത്. ശരിയായോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞതാ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയും. ഓക്കെ. പാർട്ട് 2 വേണോ അതും പറ. വേണമെങ്കിൽ പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് മൺഡേ കാണാം. അതുവരെ ടാറ്റാ. നാളെ ജീവിത വിശേഷങ്ങൾ, ഇപ്പോഴത്തെ പ്രസൻറ്റ് വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.